സാറ് ഇത്രയും വർഷമായി വരികയും സാർ ആ ടെൻഷനിലൂടെയും പ്രഷറിലൂടെയും കടന്നുപോയി ഇവിടെ എത്തിയ ഒരാളാണ്. പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമുക്ക് ചുറ്റും ഒരുപാട് പേര് സ്റ്റാർട്ടപ്പ്സ് തുടങ്ങുന്നുണ്ട്, സ്വന്തം നിലയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വിദേശത്ത് നിന്ന് തിരിച്ചു വന്ന് ബിസിനസ്സുകൾ ആരംഭിക്കുന്നവരുണ്ട്. സാറ് പറഞ്ഞ പോലെ ഒരു 7-8 ഇയേഴ്സ് സാറ് ബാലൻസ് ഷീറ്റിൽ പ്ലസ് കണ്ട ഒരാളല്ല. ആ സമയത്ത് സാറിനത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ സാർ കടന്നു പോയിട്ടുണ്ട്. സാറിന് സ്ഥിരമായ ഒരു ജോലിയിൽ നിന്ന് വരുമാനം വരുന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്തും സാറിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയായിരുന്നു. അതായത് പണമില്ലാത്തതിൻ്റെ പേരിൽ വിലയില്ലാതായ സമയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാരുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ പണത്തിൻ്റെ പ്രസക്തി വരുന്നത് ഞാൻ കൊടുക്കാനുള്ള ആളുകൾ, ഞാൻ എൻ്റെ സപ്ലൈസ്, എന്നെ സഹായിക്കുന്ന ബാങ്ക്, അതിൻ്റെ ബേസിക് റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്ക് ക്രെഡിറ്റിന് പ്രോഡക്റ്റ്സ് തരുന്ന എൻ്റെ സപ്ലൈസ്. അവിടെ പണത്തിന് അവിടെ കൃത്യമായൊരു അർജൻസി ഉണ്ട് അല്ലേ. അത് നമ്മുടെ വ്യക്തിപരമായ ലക്ഷറിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് എൻ്റെ ബിസിനസ്സിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമാണ് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ കൃത്യസമയത്ത് പണം കൊടുക്കണം, ക്രെഡിറ്റിനൊക്കെ വാങ്ങുമ്പോഴേ. അതുപോലെ എൻ്റെ എംപ്ലോയീസിൻ്റെ സാലറി കൊടുക്കണം. അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി ബിസിനസ് നടത്തുമ്പോൾ പണം ആ ചക്രത്തിൽ കറങ്ങണമല്ലോ. കറങ്ങിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ടെൻഷൻ ഉണ്ടാവും. പിന്നെ രേണു ആദ്യം ചോദിച്ചത് പോലെ നമ്മുടെ വ്യക്തിഗതമായ ജീവിതത്തിന് വേണ്ടിയുള്ള പണത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിനകത്ത് എൻ്റെ ആവശ്യങ്ങൾക്ക്, പരിമിതമായ ആവശ്യങ്ങൾക്കുള്ള പണമുണ്ടെങ്കിൽ ഐ എം ഹാപ്പി എന്നുള്ളതാണ്. കണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പ്രൈവറ്റ് പ്ലെയിൻ മേടിക്കാൻ ആഗ്രഹിച്ചിട്ട് നമ്മൾ BMW ബെൻസിലോ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തുഷ്ടരായിരിക്കില്ല. പക്ഷേ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പോയിൻറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ വർക്ക് ലൈഫ് ബാലൻസ്, എവറിത്തിങ് കംസ് ടു ദാറ്റ്, എൻഡ് ഓഫ് ദി ഡേ ഏറ്റവും സന്തോഷവും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ബിസിനസ്സുകാരന് സന്തോഷവും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും, അതായത് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നൊരു സാധനം ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? 100%. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് അതിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്, ആ ബാലൻസിലാണല്ലോ ഓടുന്നത്. കാരണം ഇത് അതാണ് ഞാൻ നേരത്തെ ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് ആണ് ബിസിനസ്സിനോട് വേണ്ടതെന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. അതായത് നമ്മളതിലങ്ങ് വല്ലാതെ അങ്ങോട്ട് നമ്മൾ സർവ്വതും അതിലർപ്പിച്ച് നമ്മുടെ ബുദ്ധിയും ഒക്കെ നമ്മൾ അർപ്പിക്കണം. അതിനപ്പുറത്തേക്ക് നമ്മൾ ആസ് എ പേഴ്സൺ നമുക്ക് ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റും, റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും റൈറ്റ് ടൈമിൽ. പലപ്പോഴും അതിൽ നമ്മൾ 100% അറ്റാച്ച്ഡ് ആയിട്ട്, അത് നിരാശകൾ ഒക്കെ അതിൽ നിന്നാണല്ലോ ഉടലെടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും അങ്ങനെ നിരാശകൾ പൊതുവെ അങ്ങനെ തോന്നുന്നു, അത് ഫെയിലിയറായി പോയല്ലോ, അല്ലെങ്കിൽ ആ ബ്രാഞ്ചിൽ പ്രശ്നമുണ്ടല്ലോ. നമ്മൾ അടുത്ത ഓപ്പർച്യൂണിറ്റി അപ്പോഴേ നോക്കുന്നു അല്ലേ. ആ ഒരു പോസിറ്റീവായിട്ടും പ്രോഗ്രസീവായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റിയാൽ നമുക്ക് ഡിസിഷൻസ് കറക്റ്റ് ടൈമിൽ എടുക്കാൻ പറ്റും, കറക്ഷൻസ് എടുക്കാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുത്തതിനേക്കാൾ കൂടുതൽ എടുത്തിട്ടുള്ള കറക്ഷൻസാണ്. ഡിസിഷൻസിനേക്കാൾ കൂടുതൽ കറക്ഷൻസാണ് എടുത്തിരിക്കുന്നത്. കാരണം ഡിസിഷൻസ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും, പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി വരാതെ വരുമ്പോൾ മറ്റൊരു റൂട്ട് നമ്മൾ പിടിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അവിടെ ഒരു കറക്ഷനാണ്, ഒരു കറക്റ്റീവ് സ്റ്റെപ്പ്. അപ്പോൾ ഈ കറക്ഷൻസ് തുടർച്ചയായിട്ട് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെ പീസ് ഓഫ് മൈൻഡോടുകൂടി ആ പ്രശ്നത്തെ പഠിച്ചെങ്കിൽ കറക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പ്രശ്നത്തിൽ പെട്ടുപോയി അതിലങ്ങ് പെട്ടുഴലുകയാണ് നമ്മളല്ലേ. അപ്പോൾ ആ കറക്ഷൻ എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് വീണ്ടും നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്. നമുക്കൊരു തിരിച്ചുവരവ് എപ്പോഴും പല ബിസിനസ്സിലും ഒരു പ്രശ്നം വന്നിട്ട് തിരിച്ചു വരാൻ പറ്റാതെ വരുന്ന ആ പ്രശ്നത്തിനകത്ത് തന്നെ നമ്മളും പോയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് ഒരു പരിധിവരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ടീം നമ്മളോടൊപ്പം നമ്മളെ സഹായിക്കാനുണ്ട്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോടൊപ്പം ആരൊക്കെയാണ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾ എന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ് ഒരു ബിസിനസ് നടത്തുമ്പോൾ. കാരണം ഇത് സ്കെയിൽ ചെയ്യും തോറും നമ്മൾക്ക് തനിയെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വലിയൊരു ടീമിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ മനോഭാവത്തെ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് തനിയെ മനോഭാവം ഉണ്ടാകണമെന്ന് ശഠിച്ചിട്ട് കാര്യമില്ല. അപ്പം അവരോടൊപ്പം ചേർന്ന് നമ്മുടെ ഒരു കൾച്ചറിലേക്ക് അവരെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ആ ബാലൻസ് കിട്ടും, അവർക്കും ആ ബാലൻസ് കിട്ടും, നമുക്കും ആ ബാലൻസ് കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിസിനസ്സുകാരെക്കുറിച്ചുള്ളൊരു പഴയ കാഴ്ചപ്പാടാണ്, ബിസിനസ്സുകാർക്ക് 24/7 ടെൻഷനാണ്, അവർക്ക് യാതൊരു രീതിയിലും അവർക്ക് ഉറക്കമില്ല, അവർക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരുന്നു. അത് പണ്ട് നമ്മൾ മാർക്കറ്റിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഒരു വൺ മാൻ ഷോ ബിസിനസ്സിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഉള്ളൊരു സങ്കല്പമാണ്. വൈകുന്നേരം വളരെ കഷ്ടപ്പെട്ട് 12 മണിക്ക് വരുന്ന അച്ഛൻ അല്ലേ, ബിസിനസ്സിൻ്റെ കടയൊക്കെ സ്വന്തമായിട്ട് പൂട്ടിയിട്ട്. അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇന്നെല്ലാം ഒരു സിസ്റ്റം ഓറിയൻറ്റഡായി. ഓട്ടോമേഷൻ എത്രയോ സമയത്ത് നമ്മളെ സേവ് ചെയ്യുന്നു. നമ്മുടെ ബിസിനസ് ഓട്ടോമേഷൻ, പ്രോസസ് ഓട്ടോമേഷൻ എല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തില്ലേ. നമ്മുടെ ഒരു സ്ഥാപനത്തെ എടുത്താൽ സ്റ്റാർട്ടിങ് ഫ്രം പർച്ചേസ് ചെയ്യുന്നു, നമ്മുടെ പ്രൊഡക്റ്റ്, ആ പർച്ചേസ് ഓർഡർ ഇപ്പം മാനുവലല്ലോ, അതൊക്കെ ഓട്ടോമേറ്റഡ് ആണല്ലോ. ഇൻവെൻട്രിയിൽ ഗോഡൗൺസ്, വെയർഹൗസുകൾ ഓട്ടോമേറ്റഡ് ആയിക്കഴിഞ്ഞു അല്ലേ, അവിടുത്തെ പ്രോസസ്സുകളെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ സിംഗിൾ ക്ലിക്കിൽ പണ്ട് ദിവസങ്ങളെടുത്ത് നമ്മൾ കണക്ക് കൂട്ടിയിരുന്ന കാര്യങ്ങൾ ഇന്നൊരു സിംഗിൾ ക്ലിക്കിൽ നമുക്ക് ഓട്ടോമേഷൻ എടുക്കും. അപ്പോൾ സമയം ഒത്തിരി ഇപ്പം നമുക്ക് സേവ് ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ ഈ പ്രോസസ്സ് ഓട്ടോമേഷൻ വന്നതോടുകൂടി.
അപ്പോൾ അതിൽ തന്നെ അഡ്വാൻസ് ഇപ്പോൾ എയിൽ സഹായത്തോടെ ഇനി വലിയ വിപ്ലവം വരാൻ പോകുന്നു. അപ്പം അതൊക്കെ നമ്മുടെ ഇതിൻ്റെ പ്രക്രിയകളെല്ലാം ഒന്ന് ലഘൂകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ടോട്ടൽ ഓപ്പറേഷൻസിനെയൊക്കെ ഭയങ്കര സിമ്പിളായി, കുറച്ചുകൂടെ ഫാസ്റ്റായി. അപ്പം നമുക്കതെല്ലാം സഹായകരമായിട്ടുണ്ട്. അപ്പം അങ്ങനൊരു വർക്ക് ലൈഫ് ബാലൻസ് അതൊക്കെ ആദ്യം മുതൽ തന്നെ നമുക്കുണ്ട്. പിന്നെ ഇതിന് അനുഭവിക്കുന്ന ഇതിനു വേണ്ടിയുള്ള യാത്രകൾ, ഇതിനുവേണ്ടി നമ്മൾ ചിന്തിക്കുന്നത്, ഇതിനുവേണ്ടി മീറ്റിങ്ങുകൾ കൂടുന്നു, ഇതൊക്കെ രസമല്ലേ അല്ലേ? സത്യം അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ല. അതിനുവേണ്ടിയാണല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു ക്രൈസിസ് വരുന്നു, പെട്ടെന്ന് അതിനെക്കുറിച്ച് ചർച്ച സംഘടിപ്പിക്കുന്നു. അപ്പോൾ അത് ആ പ്രോസസ്, അത് കഴിയുമ്പോൾ ആ ക്രൈസിസിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നു. അപ്പം അതിനെയൊക്കെ നമ്മൾ ആ രൂപത്തിൽ കാണുന്നു. പക്ഷേ നമ്മൾ ഓഫീസ് ടൈം കഴിഞ്ഞാൽ പിന്നെ ആ ക്രൈസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. പിന്നെ പിറ്റേ ദിവസം രാവിലെയല്ലേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ബാലൻസ് നന്നായിട്ടുണ്ട് ഉറപ്പായിട്ടും. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് റിസ്ക് ടേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കാര്യം ഞാൻ പറയും. അപ്പോൾ ചില സമയത്ത് ഹീസ് ഇൻ ദി പോഷസ്റ്റ് ഓഫ് ദി കാസ്, കാരണം ബിസിനസ് ഭയങ്കര ഹൈ ആണ്. ചില സമയത്ത് വളരെ വാഹനം ഇല്ലാതിരുന്ന സമയവുമുണ്ട്. വലിയൊരു വീട്ടിൽ താമസിക്കുന്നതും കാണാം, ചിലപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ചെറിയ വീട്ടിൽ പോകുന്നതും കാണാം. അപ്പോൾ പല പല അപ്സ് ആൻഡ് ഡൗൺസ് ഈ ഒരു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം, അതായത് റിസ്ക് എടുക്കുന്നതാണ്. ചില ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് പേ ഓഫ് ചെയ്യും, ചിലതിൽ പണി കിട്ടും. ആസ് എ ബിസിനസ്സുകാരൻ, ആസ് എ സക്സസ്ഫുൾ ബിസിനസ്മാൻ ഞാൻ ചോദിക്കുകയാണ്, എത്രത്തോളം ഒരാൾ റിസ്ക് എടുക്കണം? കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക്കുകൾ എടുത്തുകൊണ്ടേയിരിക്കണം നമ്മൾ, ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട്. അത് കാലഘട്ടത്തിനും പ്രത്യേകതകളുണ്ട്. കാരണം നമ്മൾ 10 വർഷം മുമ്പ് എടുക്കുന്ന റിസ്ക്കുകളല്ലോ ഇന്ന് എടുക്കേണ്ടത്, ഇന്ന് വേറെ രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ കാൽക്കുലേറ്റഡ് ആയിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ അതിലുണ്ടാകണം. ആ റിസ്ക് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. ബിസിനസ് എന്ന് പറയുന്നതിന് റിസ്ക് ആണല്ലോ. അപ്പം അത് 100% എടുക്കണം. പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് പറഞ്ഞു, ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. പലപ്പോഴും എനിക്കൊന്ന് ഡിസിഷൻ മേക്കിംഗ് വളരെ ക്രിട്ടിക്കലാണ്. ഞാനെപ്പോഴും കാണാറുണ്ട്, ഇപ്പം ബിസിനസ്സിലും രാഷ്ട്രീയത്തിലുമൊക്കെ ചില തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പേരിൽ വളരെ ഔന്നത്യത്തിൽ നിന്നിരുന്ന ആളുകൾ പിന്നെ ഒന്നുമല്ലാതായി മാറിയ ചരിത്രമേ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ചില തീരുമാനങ്ങളാണ്, അവർ വൈകാരികമായ ചില തീരുമാനങ്ങൾ ആ സമയത്ത് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇമോഷണൽ ഡിസിഷൻസ് വളരെ ഒരു പ്രധാനപ്പെട്ട ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇൻ്റലക്ച്വലായിട്ട് ചിന്തിച്ച് ഇമോഷണൽ ഡിസിഷന് പോകാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു ഡിസ്കഷൻ വെക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതും നമ്മുടെ ഡിസിഷൻ ഇമോഷണലി ആയി പോവോ എന്നുള്ളൊരു പേടി കൊണ്ട് മറ്റുള്ള ആളുകളുമായി ചേർന്ന് ഡിസ്കസ് ചെയ്ത് ഓരോ തീരുമാനം എടുക്കുമ്പോൾ ഗുണം അവിടെയാണല്ലോ. പലരുടെ തോട്ട്സ് വരുന്നു, അതിലേറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് അവസാനം ഒരു തോട്ടിലേക്ക് നമ്മൾ ഇവോൾവ് ചെയ്ത് വരുന്നു. ആ ഡിസിഷനായിട്ട് മാറ്റി നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പം ഈ ഇമോഷണൽ ഡിസിഷൻസ് പലപ്പോഴും പല വൻകിട പ്രതിഭകളുടെയും, അത് ബിസിനസ്സിലാകട്ടെ രാഷ്ട്രീയത്തിലാകട്ടെ കലയിലാകട്ടെ എല്ലാ കാര്യങ്ങളിലും അവരെടുക്കുന്നൊരു നിലപാടാകാം ചിലപ്പം, അല്ലേ? അതിൻ്റെ പേരിൽ വലിയ വില പിന്നെ കൊടുക്കേണ്ടി വരാറുണ്ടല്ലോ. അതിനകത്തൊരു ബാലൻസ്ഡായിട്ട് ചിന്തിച്ച് തീരുമാനിക്കാൻ പറ്റിയാൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.